എന്റെ മുതലാളി, ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ആടിപ്പോയാലോ? ഗോവിന്ദൻ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? ആന പിടിച്ചാൽ ഇളകുമോ? പക്ഷേ ഇതിൽ ഞാൻ ഇളകിപ്പോയടാ പപ്പനാവാ. ഈ ആത്മകഥയിലെങ്ങാൻ എന്റെ പേര് വന്നു പോയാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയെപ്പറ്റി അങ്ങനെ അങ്ങ് ചിരിച്ചു കളയാതാ കഴുതേ. മുതലാളി, ഈ പപ്പനാവിന്റെ കൊക്കയിൽ അനപ്പല്ലോടത്തോളം കാലം ഒന്നും പേടിക്കണ്ട. മുതലാളിയുടെ പേരൊന്ന് വെട്ടിക്കിട്ടാൽ പപ്പനാവൻ പോയെന്ന് ശ്രമിക്കട്ടോ. പോയാൽ സംഗതി നേടൂ. പൊങ്ങച്ചം പറയല്ലേ മുതലാളി, ഒത്തിരി എണ്ണത്തിന് ഒതുക്കി എടുത്തിട്ടുള്ളവരല്ലേ ഞാൻ. ഒതുങ്ങി വരികയാണേല് വല്ലതും കുറച്ച് രൂപ കൊടുത്തേക്കാം. അപ്പോ ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒന്ന് പിടിച്ചു നോക്കാം. ഒന്ന് പിടിച്ചു നോക്കാം. ഞാൻ പിടിച്ചു നോക്കാം. പോയിച്ചു വരാം. ലാപ്പായിട്ടൊന്നും പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ബോണസ് ആക്ട് പുറത്തോട് പുറം വായിച്ചവനാണ് ഈ തോമാച്ചൻ. പണ്ട് എന്റെ അച്ചായന്റെ കാലത്ത് ഈ ആക്ടും കൊണ്ടൊന്നുമില്ലായിരുന്നല്ലോ. അന്ന് നിങ്ങളുടെ കുടുംബം വരെ സംരക്ഷിച്ചതാണ്. അതുകൊണ്ട് ലാപ്പായന്റെ വിട്, എന്നിട്ട് കാര്യം പറ. ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ പറയാം. മറ്റന്നാൾ മതി, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. എത്ര വേഗത്തിൽ പ്രശ്നം പരിഹരിക്കും. ഇതാണ് പാലത്തറ തോമച്ചനും മറ്റു മുതലാളിമാരുമായിട്ടുള്ള വ്യത്യാസം. താനെന്താണോ പ്രേതത്തെ പോലെ നിൽക്കുന്നേ? എന്നതാ കടലാസില്? മനയിലേക്ക് പോകാം. ഈ കായംകുളം കമലമ്മയല്ലയോ പണ്ട് നമ്മുടെ എസ്റ്റേറ്റിൽ നാടകത്തിൽ വന്നിരുന്നത്? അവളുടെ ആത്മകഥയെല്ലാം അവൾ പത്രത്തിൽ വെട്ടി തുറന്ന് എഴുതിയാൽ മുതലാളി സ്വരൂപത്തിലെ പൊന്നും പൊരുളും പെണ്ണിന്റെ മാനവും കാത്തുരക്ഷിക്കുന്ന ചാമുണ്ടേശ്വരി, നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉടവാളേന്തുന്ന അടിയേന് കൈപ്പിഴ വരുത്തരുതേ. കരിവും കാലപ്പിഴയും വരുത്താതെ ഈ മണ്ണ് പൊന്നാക്കണമേ.
എത്ര മധുരമായ ഗാനം. ആരാണത്? അയാളെ കൂട്ടിക്കൊണ്ടുവരൂ. തിരുമനസ്സുകൊണ്ട് എവിടെയാണ് എഴുന്നള്ളിയിരിക്കുന്നത്? ഓഹോ, കുരുടനാണ് അല്ലേ? അയാൾ അവിടെ ഇരുത്തു. താൻ ആരാണ്? അടിയൻ ഒരു പിച്ചക്കാരനാണ്. ഏതാണ് നാട്? തപ്പിത്തടഞ്ഞ് ചെല്ലുന്നിടമെല്ലാം അടിയന്റെ നാട് തന്നെ. സംഗീതം അഭ്യസിച്ചിട്ടുണ്ടോ? കേട്ടു പഠിച്ചതാണ്. ആരിൽ നിന്നും? കാട്ടരുവിയിൽ നിന്നും, കിളികളിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും എല്ലാം അടിയൻ പഠിച്ചു. അത്ഭുത ശക്തിയുള്ള ശബ്ദം കൊടുത്ത ദൈവം കണ്ണുകൾ കൊടുത്തില്ല. പാവം. നമുക്ക് പാട്ട് കേൾക്കാൻ വളരെ താല്പര്യമാണ്. പാടൂ. കലാകാരന്മാരെ ബഹുമാനിക്കാൻ ഇളയിടത്ത് സ്വരൂപം ഒരിക്കലും അമാന്തിക്കാറില്ല. ഇത് നാം അയാൾക്ക് സമ്മാനിക്കുന്നു. അടിയൻ ഭാഗ്യവാനാണ്. ഇളയിടത്രാണി തിരുമനസ്സുകൊണ്ട് ഒരു ഭിക്ഷക്കാരന് നവരത്ന മോതിരം സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ അനന്തര നടപടി എന്താണെന്ന് ആ റാണി തന്നെ തീരുമാനിക്കും. ഇവനെ കയ്യാളം വെച്ച് തുറങ്കിലടക്കട്ടെ. തിരുമനസ് ഇളയിടത്ത് റാണി കഫമണിഞ്ഞ ഒരു കരിമൺ പാവയല്ല. നാം സമ്മാനിച്ചത് നവരത്ന മോതിരമാണെന്ന് കുരുടനായ നീ എങ്ങനെ മനസ്സിലാക്കി? സത്യം പറയണം. അടിയനെ രക്ഷിക്കണം തിരുമനസ്. ആരാണ് നിന്നെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചത്? മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. മാർത്താണ്ഡവർമ്മ. ചാരന്മാരെ കയ്യിൽ കിട്ടിയാൽ കഴിവേറ്റുന്ന വേണാട്ടിൽ നിന്നും വന്ന നിന്നെ ചാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം വധിക്കാതെ വിടുന്നു. പക്ഷേ ഇളയിടത്ത് ലക്ഷ്മി മാർത്താണ്ഡവർമ്മി എന്ന് കേട്ടാൽ ഞെട്ടുനാളല്ലെന്നും രാമയ്യന്റെ പട അവൾക്ക് ദൃഢമാണെന്നും നീ പോയി നിന്നെ അയച്ച വീരാവേശന്മാരോട് പറ. പോ. ഇതുപോലൊരു നാടകം ഇതിനു മുമ്പ് എന്റെ എസ്റ്റേറ്റിൽ നടന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം എന്റെ ബംഗ്ലാവിൽ ഏർപ്പാടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ശരി, അപ്പൊ എല്ലാവരും വേഗം മിക്കപ്പോഴേക്കും. അരുത്, ഇനി അദ്ദേഹത്തിന് കൊടുക്കരുത്. ദൈവം ഒഴി ദൈവം വേണ്ട. ഞാനാണ് നിന്റെ ഭർത്താവ്. നീ എന്റെ ഭർത്താവ്. നിന്നെ ഞാൻ തുറച്ചില്ലേ? കേട്ടോ, ആരോ വാതിൽ മുട്ടുന്നു. നോക്കൂ. ഒന്ന് എഴുന്നേറ്റേ. എഴുന്നേൽക്കയില്ല. വർഷങ്ങളായി ഞാൻ ആശിക്കുകയായിരുന്നു. നിനക്ക് പണം വേണമെങ്കിലും ഞാൻ തരാം. വണ്ടി ഇറക്കാൻ പറയാം. ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ പരിചയമില്ലായിരുന്നു. ഇല്ല.
ഞാനാണ് പാലത്തറ തോമാച്ചൻ. ഓ, പാലത്തറ മുതലാളി, ഇരിക്കണം. താങ്ക് യു. ഞാൻ അത്യാവശ്യ കാര്യം പ്രമാണിച്ച് ആലുവ വരെ ഒന്ന് വന്നു. അപ്പോൾ മിസ്റ്റർ പ്രതാപനെ നേരിട്ടൊന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഐ ലൈക്ക് യുവർ വീക്കിലി. ഓ, താങ്ക് യു. ഞാൻ ഒരു എസ്റ്റേറ്റ് ഉടമയാണെങ്കിലും ഈ ജേർണലിസത്തിൽ വളരെ ഇൻട്രസ്റ്റ് ആണ്. ഞാൻ കോളേജ് മെഡിസിൻ പലതും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഹോ. ആ, പലർക്കും രസിക്കുകയില്ല. എങ്കിലും ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അന്തസ്സായും ആദർശശുദ്ധിയോടും കൂടി നടത്തുന്ന എത്ര പത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്? വളരെ ഉണ്ട് സാർ. നോ നോ നോ, വെരി ഫ്യൂ, വെരി ഫ്യൂ. ഏതായാലും നിങ്ങളുടെ ധർമ്മയുദ്ധമാരിയുടെ ഗെറ്റം എനിക്ക് വളരെ പിടിക്കും. പങ്ക്തികളും കൊള്ളാം, പക്ഷേ ബാലപങ്ക്തി കുറെ കൂടി നന്നാക്കണം. ശരിയാണ് സാർ, വളരെ നന്നായി. അതെ പ്രതാപൻ, നിങ്ങൾക്ക് ഈ പേപ്പർ കോട്ടയ്ക്ക് ശരിക്കും കിട്ടുന്നുണ്ടോ? ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. സന്തോഷം ഞങ്ങൾക്കാണ്. വന്നു കണ്ടു ഭംഗിവാക്കുകൾ പറഞ്ഞു എന്നതുകൊണ്ടായില്ലല്ലോ. ഞങ്ങളുടെ ഈ തേയിലയുടെ പരസ്യം ധർമ്മയുദ്ധം വാരിക്ക് തന്നിരിക്കുന്നു. ഫ്രണ്ട് ഫുൾ പേജിന് എന്താണ് ചാർജ്? 300 രൂപയാണ്. ഇത് ഒരു ചെറിയ പ്രോത്സാഹനം മാത്രമാണ്. 1000 രൂപയുണ്ട്. പരസ്യങ്ങൾ തുടർച്ചയായി ചേർത്തോളണം. ബില്ലൊക്കെ പിന്നീട് അയച്ചാൽ മതി. ഞാൻ എസ്റ്റേറ്റിൽ ചെന്നിട്ട് ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു തരാം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഓ, it's all right. എന്തൊക്കെ പ്രസിദ്ധീകരിച്ചാലും ശരി, നമ്മുടെ പത്രത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ദിസ് ഈസ് മൈ അഡ്വൈസ്. താങ്ക് യു സർ. ഏതോ ഒരു പരസ്യം കണ്ടതുപോലൊരു ഓർമ്മ. ഒരു നാടകക്കാരിയുടെ ആത്മകഥയോ മറ്റോ പ്രസിദ്ധീകരിക്കുന്നു. ഉണ്ട്. അത് വേണോ? അഫ്കോഴ്സ് ഇറ്റ് ഈസ് യുവർ ബിസിനസ്. ആ കഥ കുറെ ഉച്ചപ്പാടുണ്ടാക്കും. നമ്മുടെ പത്രം തരം താഴരുത് എന്നുദ്ദേശിച്ച് പറഞ്ഞതാണ്. ഒരിക്കലും തരം താഴുകയില്ല സാർ. ആ കഥ പുറത്തു വന്നാൽ വായനക്കാർക്ക് തീർച്ചയായും ജിജ്ഞാസ ഉണ്ടാകും. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. It's all right. ഏതായാലും ധർമ്മയുദ്ധം വാരി പതിവായി എന്റെ എസ്റ്റേറ്റിലേക്ക് അയച്ചു. ഗുഡ് ബൈ. ഗുഡ് ബൈ. പാലത്തറ മുതലാളിയെ പറ്റി എന്ത് തോന്നുന്നു? പാലത്തറ മുതലാളിയും ഈ പണവും പരസ്യത്തിന്റെ കാര്യവും കൂടി കേട്ടപ്പോ ഉള്ളി നമ്പർ 3 ആണ്. ഈ തുക പരസ്യത്തിനാണ് തന്നതെങ്കിലും ഇതും കമലമ്മയുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേ. ശരി സാർ. ആരാ അത് മിച്ചത്ത്? ഞങ്ങളാടാ. വിളിക്കാവേ. നിങ്ങളാരാ? കമലമ്മയെ വിളിക്കാൻ. എന്തിനാ ഈ ആ സമയത്ത് അവളെ വിളിക്കുന്നത്? അല്പം സംസാരിക്കണം. നാളെ പോരെ? നിന്റെ അന്തരന്മാർ. എടി, മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണം. നാട്ടിലെ മാന്യന്മാരെ കുറിച്ച് ആഭാസങ്ങൾ എഴുതിയാലുണ്ട്. ചതച്ചുകളി ചതച്ച് കെട്ടി തൂക്കും. അമ്മയുമാണ്. എന്റെ പൊന്ന സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തവളല്ലല്ലോ. രാത്രിയിൽ ഇങ്ങനെ വീട് കയറി വന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ കാലി പിടിക്കാം. നീ നിന്റെ കഥയെടുത്ത് നിർത്തണം. ഇല്ലെങ്കിൽ പുരയാൻ ചുട്ട് ചാമല. എന്നാലത് എളുപ്പമാട്ടെ. തീപ്പെട്ടി തീർപ്പ് നടക്കട്ടെ. എളുപ്പമാവും. ഞങ്ങൾക്ക് പോണം. എന്താണ് തീ വെക്കണ്ടേ പുരയ്ക്ക്? തീ വയ്ക്കാതെ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാമായിരുന്നത്. സത്യത്തിൽ എവിടെ കഴിയാൻ ഞങ്ങൾക്ക് പേടിയാ. രാത്രിയിൽ ഒരു നിമിഷം പോലും ഞാൻ കണ്ണുപൂട്ടി അടയ്ക്കാറില്ല. ഈ പാവം ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എല്ലാരും ആത്മകഥയുടെ പേരും പറഞ്ഞാ വരുന്നത്. പറഞ്ഞ ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടുകയില്ല. ഇവരുടെ ഇന്നത്തെ കഷ്ടപ്പാടിന് സാറാണ് ഉത്തരവാദി. സാറിന്റെ ഉപദേശം അവർ കേട്ടു. ഫലമോ ഇന്ന് സമാധാനമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ വയ്യാതെയായി. ശരിയാണ്. ഇനി ഇവിടെ താമസിക്കണ്ട. ഇവിടെ നിന്ന് താമസം മാറ്റണം. നാളെ ആകട്ടെ. അപ്പോ ഞാൻ തങ്ങട്ടെ. എന്നെ ഓർക്കുന്നുണ്ടോ? ഭാസ്കർ ബാലെ. ഓ, നമ്മുടെ സിംഗപ്പൂർ ഭാസ്കര. ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ. ബറൂക്ക.